ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു കല്യാണമുണ്ട്. ഡോക്ടർ സുസ്മിയുടെ കല്യാണം. നന്ദയുടെ ഫ്രണ്ടാണ്. അങ്ങനെ സുസ്മിയുടെ കല്യാണത്തിന് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നന്ദ തിരക്കിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇന്ന് ഫ്രഷ് ആകാൻ പോകുന്നു. അങ്ങനെ തിരക്കുള്ള പരിപാടികളൊക്കെയാണ്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ശനിയാഴ്ചയാണ്. നാളെ ഈസ്റ്ററാണ്. ഈസ്റ്റർ തലേദിവസമാണ്. അപ്പോൾ ഇനി നാളത്തെ ഒരുക്കങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ നമുക്ക് നന്ദ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം, എന്താണെന്ന് ചെയ്യണമെന്ന് നോക്കണ്ടേ. ദോശയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് ദോശ ഉണ്ടാക്കണം. ഗോതമ്പ് ദോശ. ഗോതമ്പല്ല, ക്യാരറ്റ് ഗോതമ്പ് ദോശ. ഓ, ഇന്ന് സ്പെഷ്യലാണ്. ഇസ് എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് ക്യാരറ്റ് നമ്മളിങ്ങനെ ഒരു ക്യാരറ്റ് ഫുള്ള് എടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇത് ഗോതമ്പൊടിയിലേക്ക് ചേർക്കുമ്പോൾ ക്യാരറ്റ് അരച്ചെടുത്തത്. ദോശക്കല്ലൊക്കെ ചൂടായിരുന്നല്ലേ? നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഒരു ക്യാരറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഫുള്ള് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അടിക്കും. അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗോതമ്പൊടിയിലേക്ക് ചേർക്കും. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ സാധാരണ രീതിയിൽ നമ്മൾ എണ്ണയിൽ തന്നെയാണ് ചുട്ടെടുക്കണത് ദോശ. അപ്പോൾ ഒരു കളറും വരും. കുട്ടികൾക്ക് അത്യാവശ്യം വൈറ്റമിൻ എയും സിയും ഒക്കെ കിട്ടും ചെയ്യും. അപ്പൊ ഇന്ന് ക്യാരറ്റ് ജ്യൂസ് ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ക്യാരറ്റ് ദോശ അല്ല, സോറി, ക്യാരറ്റ് ദോശ. ക്യാരറ്റ് ജ്യൂസ് അല്ല. രാവിലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്. ഇന്ന് കല്യാണത്തിന് പോകണം. നമ്മൾ ഹാപ്പി ആയിട്ടുള്ളൊരു കല്യാണമാണ്. അത് നന്ദയുടെ വലിയ സുഹൃത്താണ് ഡോക്ടർ സുസ്മി. അപ്പൊ ആളുടെ കല്യാണമാണ്. അപ്പൊ ഈ തിരക്കിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ആദ്യത്തെ ദോശ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ എല്ലായിടത്തും. ആദ്യത്തെ ദോശ അങ്ങോട്ട് കല്ലെല്ലാം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ആദ്യത്തെ ദോശ എങ്ങനെ ആയി ഒരു റഫ് ആൻഡ് ടഫ് ആയിരുന്നു അല്ലേ? ഇല്ലേ, നമുക്ക് പരത്താൻ പറ്റൂല. ആദ്യത്തെ ദോശ കല്ല് ചൂടായി കിടക്കല്ലേ, കല്ലിൽ പതുക്കെ പിടിക്കുന്നു അല്ലേ? ഇത് ക്യാരറ്റ് ദോശ. ഇഷ്ടമാണോ ക്യാരറ്റ് ദോശ? ഈ ഗോതമ്പ് ദോശ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആദ്യത്തെ ദോശയൊക്കെ ഒരുമാതിരി ഷേപ്പ്ലെസ് ആയി പോയല്ലോ. രണ്ടാമത്തെ ദോശ ശരിയാവും. ഞാൻ അത്ര വൃത്തിക്ക് ഉണ്ടാക്കി തരാട്ടാ. ഇസുവാണ് ഉണ്ടാക്കണേ. ഇസുവാണോ? ഇതാണ് അമ്മ. അമ്മയാണ് ഉണ്ടാക്കണേ. ഏതമ്മ? നന്ദ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ദോശ നല്ല അടിപൊളി ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ആദ്യത്തെ ദോശ ഒന്ന് കൊള്ളാവും. കാരണം നമ്മുടെ കല്ല് ഇച്ചിരി ചൂടായതുകൊണ്ട് ആദ്യത്തെ ദോശ ഇത്തിരി ഷേപ്പ്ലെസ് ആയിപ്പോയി. പക്ഷെ രണ്ടാമത്തെ ദോശ നല്ല റൗണ്ട് ഷേപ്പിൽ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇസം എന്താകുമ്പോ ദോശ ഉണ്ടാക്കുവോ? ദോശ ഉണ്ടാക്കി തരും അപ്പഴേക്കും അമ്മയ്ക്കും. വലുതായിട്ട് വേണം ദോശയൊക്കെ ഉണ്ടാക്കാൻ. പാട്ടുപാടി ബ്രഷ് ചെയ്യിപ്പിക്കും ചെല്ല്. എന്നിട്ട് ഇന്ന് കല്യാണത്തിന് പോകണ്ട. അപ്പൊ ഞാൻ എന്നാ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. പല്ലിപ്പിക്കണേ എന്താ പ്ലീസ് ഒന്നും ചെയ്യിപ്പിക്കോ. ബ്രഷ് ചെയ്യാ ഇസു. അപ്പൊ പറഞ്ഞതിന് ഇസ് നന്നായിട്ട് കേൾക്കും, അതുകൊണ്ടാണ്. ചെല്ല്. അങ്ങനെ ഞാൻ റെഡിയായി. വളരെ സമയം വൈകി. പെട്ടെന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അതുവരെ ഞാൻ കഴിക്കുകയാണ്. ഇന്നത്തെ ക്യാരറ്റ് ദോശ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉണ്ടോ? കഴിച്ചില്ലേ? ദോശ കഴിച്ചില്ലേ? ഇനി വേണ്ട കഴിക്കാൻ. സൂപ്പറാണ് കേട്ടോ.
അടിപൊളിയാണ്. കല്യാണത്തിന് 10 മണിക്കാണ്. അപ്പൊ നമ്മള് കല്യാണത്തിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം മാളയിലാണ് കേട്ടോ. മാള വലിയ പറമ്പ. മാള തന്നെയല്ലേ? ആ കല്യാണത്തിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാം. ആ ശരി ശരി. നല്ല ഐസ്ക്രീം വാങ്ങിക്കാം കേട്ടോ. ശരി. ആ ശരി ശരി. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കല്യാണ വീട്ടില് അല്ല കല്യാണത്തിന്റെ ഹാളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെയൊക്കെ നല്ല പഴയ ഓട്ട് കമ്പനിയുടെ ഇത് കണ്ടോ? ടവർ പോലെ ഇതൊക്കെ പഴയ ഓട്ട് കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന പറയട്ടെ സ്ഥലങ്ങളാണ്. ശരിക്കും മാള അന്നമരുടെ ഭാഗത്തേക്ക് വരുമ്പോ ഒരുപാട് ഓട്ട് കമ്പനികൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇന്നൊക്കെ അതൊക്കെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഒരുപാട് ഓട്ട് കമ്പനികളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ട് കമ്പനിയുടെ ഒരു ടവർ പോലുള്ള ഒരു പോക്കോളിലൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. അതൊക്കെ ഇനിയുള്ള കാലഘട്ടമൊക്കെ നമുക്കത് അത്രയും സുലഭമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. വാഴകൃഷിയും അതുപോലെ തെങ്ങും ഒക്കെ നിൽക്കുന്ന ഒരു തനി ഗ്രാമം തന്നെയാണ്. നമുക്ക് ഗ്രാമവീതികളിലൂടെ പോകുന്ന ഫീല് തന്നെയാണ്. ഇതുണ്ടോ? കൃഷിസ്ഥലങ്ങളും പാടവും പാടശേഖരവും നിറയെ പച്ചപ്പ് എപ്പോഴും നമുക്ക് ഒരു കണ്ണിന് ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ദുഃഖവലി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം മാർക്കറ്റൊക്കെ സജീവമായി. എല്ലാ കടകളും തിരക്കായി തുടങ്ങി. പ്രത്യേകിച്ച് മത്സ്യവും മാംസവും വിൽക്കുന്ന കടകൾ തിരക്കിലേക്കായി. ഇത് കണ്ട അന്നമരുടെ പാലം ഉണ്ടോ? നല്ല മനോഹരമായിട്ടുള്ള ഒരു പാലം കണ്ട. പുറത്ത് കണ്ടോ? പുഴ കണ്ടോ? ഈ പാലത്തിലൂടെയൊക്കെ വൈകിട്ട് വരുമ്പോ നല്ല ഒരു ഭംഗിയാണ്. ഒരു പ്രത്യേക വൈബാണ്. ഈ ഇത്തരം പാലങ്ങളിലൂടെ രാത്രി സമയത്ത് വരുമ്പോ നല്ല ലൈറ്റൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ പഴയ തിയേറ്റർ ഒക്കെ ഉണ്ട്. അതൊക്കെ നിർത്തിപ്പോയി. നമ്മുടെ ഒരു പഴയ കാല തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നിന്നുപോയി. തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്താണോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കേട്ടോ. അത് കണ്ടോ? വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. കാരണം ഈ വഴിക്ക് നമ്മുടെ വരവ് വളരെ കുറവാണ്. ഈ വഴിക്ക് വരേണ്ട ഒരു ആവശ്യം തീരെ കുറവാണ്. പച്ചക്കറി കടകളൊക്കെ ഉണ്ടോ അവിടെ? എല്ലാ കടകളിലും ഇനിയിപ്പോൾ നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കാണ്. സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്ക്. പ്രത്യേകിച്ച് മാംസ മാർക്കറ്റുകളിലൊക്കെ നല്ല തിരക്കാണ്. ആള് പഴയ കാലഘട്ടങ്ങളൊക്കെ പതുക്കെ മാറി തുടങ്ങി. നമ്മൾ ഹാളിൽ എത്തിയിട്ട് ഇവിടെ എത്തി. ചെറുക്കനും പെണ്ണും ഇവിടെ എത്തിയിട്ടില്ല. അമ്പലത്തിൽ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ എത്തി. നേരത്തെ തന്നെ എത്തി. അകത്തേക്ക് പതുക്കെ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ വെച്ച് ഫേമസ് ആയിട്ടുള്ള ഷാഹിൻ ഡോക്ടറെ കണ്ടുമുട്ടി.
പതിവ് പോലെ ഇമോഷണൽ രംഗങ്ങൾ ഇവിടെയും അരങ്ങേറി. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായിട്ട് മാതാപിതാക്കളെ വിട്ടകന്ന് നവവരൻ്റെ കൂടെ ഇവിടെ നിന്നും പുതുജീവിതത്തിലേക്ക് ഡോക്ടർ സുസ്മി യാത്ര തുടങ്ങി. ഞങ്ങള് സുസ്മിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ലളിതമായിട്ടുള്ള കല്യാണം, എന്നാൽ ഭംഗിയായിട്ടുള്ള കല്യാണമായിരുന്നു നടന്നത്. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. അവര് യാത്രയായി, ഞങ്ങളും യാത്രയായി, ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഇനി നമുക്ക് നാളെ ഈസ്റ്റർ ആണ്. അപ്പൊ ചെന്നിട്ട് ഈസ്റ്ററിന്റെ ഒരുക്കങ്ങളൊക്കെ ഇനി ഒരുങ്ങണം. എന്ന് പറഞ്ഞാൽ വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വലിയ ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്കും ഈസ്റ്റർ എന്ന് പറയുന്നത് അത് മനസ്സിന്റെ വലിയ സന്തോഷമാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ്. ആഘോഷമൊക്കെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത് ഏതളവിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണല്ലോ പറഞ്ഞത് വലിയ ആഘോഷങ്ങളില്ലെന്ന്. അപ്പൊ അങ്ങനെ എന്നാലും നമ്മളും ആഘോഷിക്കണമല്ലോ. അങ്ങനെ അനിയനും ഫാമിലിയൊക്കെ നാളെ വരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം.